ഹായ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷത്തോളമായി. എൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, കാട്ടിലെ കട. അപ്പം ഇന്ന് രാവിലെ വെളുപ്പിന് എണ്ണീറ്റപ്പം കാട്ടിലെ കടയിലേക്ക് പോകാനൊരു ഐഡിയ. പൊന്മുടി ഉണ്ട്. അപ്പം ഇങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങി വരുന്ന വഴിക്ക് വിതുര കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഓടിയപ്പം ഒരു ചായക്കടയിൽ നിർത്തി. അങ്ങനെ ഒരു ചായ അടിച്ചു. അവിടെ ഒരു മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോഴാണ് ഈ ചിത്തിപ്പാറ അല്ലെങ്കിൽ ചിട്ടിപ്പാറ എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇതിനെ കുറിച്ച് അറിഞ്ഞതും ഇവിടെ എത്തിയതും. പൊന്മുടി ശരിക്കും 1100 ഫീറ്റ് മുകളിലാണല്ലേ, അതിന്റെ മുകളിലാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഈ കാണുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആയിരിക്കണം ഇത്. എത്ര താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു നല്ല സൺറൈസ് കിട്ടി. ഇതിന്റെ വിഷ്വൽസ് നിങ്ങൾ കണ്ടോളൂ. അപ്പൊ ഇതിന് ശേഷം മേ ബി കാട്ടിലെ കടയിലേക്ക് പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന തൊട്ട് വേറെ 2-3 ഓപ്ഷൻസ് എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഏതാ പറ്റുന്നതെന്ന് നോക്കട്ടെ. അപ്പൊ ഈ വിഷ്വൽസ് നിങ്ങളൊന്ന് ആസ്വദിക്കുന്നേ. നട്ടപ്പാതിരാത്തിലേക്ക് വിളിക്കും, ബാ പോവാന്ന്. എവിടെ? അപ്പുറത്ത് വരെ പോവാന്ന്. ശരി, ഒന്ന് കയറി ചായ കുടിക്കാനൊന്നും പറഞ്ഞ വണ്ടി പിടിച്ച് കയറ്റി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടും പറയാം, ബാ പോവാ, അടുത്ത സ്ഥലം ഉണ്ടെന്ന്. വീട്ടിൽ പോയി കുളിച്ചിറങ്ങി 2:30 ആയപ്പോ ഇറങ്ങിയിട്ട് പറയാം, ബാ പോവാ. നേരെ പൊന്മുടി വന്നു. പൊന്മുടി എന്നും പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ വേറെ ഏതോ ഒരു മലയാളം മണ്ടയ്ക്ക് കൊണ്ട് എടുത്തിട്ട് പറയാം, ഇതാ പൊന്മുടി. എനിക്കറിയാൻ വയ്യ ഇങ്ങനെ എന്തൊക്കെയാ കാണിക്കുന്നതൊക്കെ. ആ ഉള്ള കുന്നും മലയും മൊത്തവും വലിച്ചു കയറ്റി മനുഷ്യന് പകുതിയിലെ പട്ടിയെ പോലെ നടന്ന് അണയ്ക്കുവോ. ഇങ്ങനെയൊക്കെ വല്ലതും അറിയണോ? ബാക്കിയുള്ള കയറുമ്പോ കഷ്ടപ്പാട്. ഈ വയറും വെച്ചോണ്ട് എങ്ങനെയൊക്കെ കയറി വരണ്ടായോ. പൊന്നോ സമ്മതിച്ചീക്കളെ കേട്ടാ. പിള്ളേരൊക്കെ ലവ് ലെറ്റർ ഒക്കെ എഴുതുന്നു വിട്ടിരുന്നു. വീട്ടിലെങ്ങനെ സ്ഥലമില്ല, എന്നെ കൊണ്ടൊക്കെ വന്നിരുന്നു ലവ് ലെറ്റർ എഴുതിയിട്ട് ഇവിടെ നിന്ന് കീറിക്കളഞ്ഞു. ഓ, ഇത് ലവ് ലെറ്റർ അല്ല, പണ്ട് ടീച്ചർ പഠിപ്പിച്ചപ്പോഴേ ആൻസർ പേപ്പറാണ്, അത് കീറിക്കളഞ്ഞതാ വീട്ടുകാരറിയാതിരിക്കാൻ വേണ്ടി. അതിന്റെ മോളിൽ കൊണ്ടൊന്ന് കളയേണ്ട ആവശ്യമുണ്ടോ? വീട്ടുകാർ കണ്ടുപിടിക്കത്തില്ല. താഴെ ആകുമ്പോ ഇവിടേക്ക് ആകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ ടെക്നോളജി. കഷ്ടപ്പെട്ട എങ്ങനെയില്ല കാലമാടം കാരണം കേറി ഇങ്ങോട്ട് വന്നു. പണ്ടാരം ഇനി താഴോട്ട് ഇനി ആരും കൊണ്ടിറക്കുമെന്ന് എങ്ങനെ അറിയാം. മിക്കവാറും പാളമെല്ലാം കിട്ടിയായിരുന്നെങ്കിൽ നിരങ്ങി അങ്ങ് താഴോട്ട് പോവായിരുന്നു. അതാകുമ്പോ എളുപ്പമായിരുന്നു, പരിപാടി സിമ്പിൾ ആയേനെ. എന്തായാലും നോക്കാം, വാ പോരി. കണ്ട കുന്നും മലയും എല്ലാം രാവിലെ വെളുപ്പാങ്കാലത്തെ വിളിച്ചോണ്ട് കയറ്റാൻ. കഴിഞ്ഞ ആഴ്ച മൂന്നാറായിരുന്നു. അവിടുന്ന് എല്ലായിടത്തും കൊണ്ട് വച്ച് കയറ്റി. അത് കഴിഞ്ഞപ്പോ ഏതോ ഒരു എന്റെ പൊന്നോ താഴെ എത്തി. മിക്കവാറും ഞാൻ ഇതിനകത്തുള്ള തന്നെ താഴെ പോകുന്നു. കുന്നും മലയും ഇങ്ങോട്ട് നോക്കിയേ. ഇതിലേക്കൂടായിരുന്നു, വഴി അതിലേക്കൂടായിരുന്നു. അയ്യോ, വഴി അറിയത്തില്ല കേട്ടോ. കോമഡി അതല്ല, ഇത്രയും മുകളിലോട്ട് കയറി വന്നപ്പോഴേ ഈ ഫോൺ C2C ആണല്ലോ മൈക്കുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ആ കേബിൾ മാത്രം ഞാൻ കാറി വെച്ചിട്ട് ഇത്തിരി മല കയറി. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഓൺ മൈക്ക് കൊണ്ട് ഷൂട്ട് ചെയ്ത് നോക്കിയത്. പക്ഷെ ഇത്രയും ക്ലാരിറ്റി ഇല്ലേ. iPhone 17 കീജേ, 17 Pro കീജേ. പ്രോ മാക്സ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ആരറിയാൻ. അറിയേണ്ടവർക്ക് അറിയാൻ പറ്റും. മലയാളി രണ്ടിന്റെ സ്പെക്ക് സെയിം ആണ്. മറ്റേ ഷസാമ പറയുന്നോട്ട് ഐഫോൺ ഫോബിയാസി എന്നാണ് എല്ലാരും എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ കരുതാപ്പിലോട്ട് വന്നാൽ മതി, എല്ലാ ലാഭത്തിൽ കിട്ടും. കൊല്ലത്തെ SN മൊബൈൽസിൽ ചെന്നാലും മതി, എല്ലാ ലാഭത്തിൽ കിട്ടും. അൻസിലിന്റെ അടുത്ത് ഹാഷിമിന്റെ അടുത്ത് ചെന്നാൽ മതി. നിങ്ങൾക്ക് 1.39 ഫോൺ വേണം, 1.30 തരും. അതാണ് SN മൊബൈൽസ്. കൊല്ലം SN മൊബൈൽസ്, അൻസിൽ ആൻഡ് ഹാഷിം. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അൻസിലിനെ ഒന്ന് വിളിക്കണം. നൈസായിട്ട് ഞാനൊരു ചായ അടിച്ചായിരുന്നു ഇടയ്ക്ക്. ആണോ? നീ നല്ല ഉറക്കമായിരുന്നു. ഏറ്റവും കഠിനം തന്നെയാണ്, പക്ഷെ ഇറങ്ങുന്നതാണ് പാട്. 2:30 ഇറങ്ങിയല്ലേ മലയാളി? 2:30 2:15 ഇറങ്ങിയില്ലേ? 2:15 നമുക്ക് ഓരോ ചായ വീണ്ടും അടിച്ചു തുടങ്ങാം. ചായ ഒന്ന് കുടിച്ചു നോക്കിയേ, അതൊരു സുഖം തന്നെ. അല്ല അത് കുടിച്ചേ, ഫ്രഷ്നെസ് അല്ലേ. നൈസായിട്ട് ഒരു ബ്രെഡ്. നല്ല അടിപൊളി പശുവും പാലാണ് കേട്ടോ. അതെ അതെ ചേട്ടാ, നല്ല പശുവും പാലാണല്ലേ? ആണല്ലേ? തേയിലക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ തേയില കച്ചവടം തുടങ്ങാന്ന്, അത് മതിയായിരുന്നു. തുടങ്ങാൻ മലയാളി, നമുക്ക് അടുത്ത പ്ലാനിങ്. ഞാൻ ഏറ്റു.
അപ്പോൾ രാവിലെ നമുക്കൊരു ചായയും ഒരു മാഗിയും ഒരു ബ്രെഡ് ഓംപ്ലേറ്റിലുമാണ് നമ്മൾ തുടങ്ങുന്നത്. എടുത്തോ നിങ്ങളുടെ ചായ എടുത്തോ. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് ഓംപ്ലേറ്റിൽ അങ്ങ് തുടങ്ങാം. അത് ശരിയാ. ഇതിപ്പം ഒന്നുകൂടാ. രാവിലെ ഒരു ബ്രെഡ് ഓംപ്ലേറ്റും ഒക്കെ കഴിക്കുന്നത് ഒരു വെറൈറ്റി തന്നെ. അത് ചൂടോടെ കഴിക്കുന്നതും അതിരാവിലെ അത് നമ്മൾ എവിടെ ഹൈ റേഞ്ചിൽ പോയാലും നമ്മൾ ആദ്യം കഴിക്കുന്ന ബ്രെഡ് ഓംപ്ലേറ്റ്. പിന്നെ വേറെ ഐറ്റം ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. ഇത് ചേട്ടൻ്റെ സ്പെഷ്യൽ നൂഡിൽസ് ആണ് കേട്ടോ. ചേട്ടാ ഇത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ നൂഡിൽസാണ്. ചൂട് ഇങ്ങനെ പറക്കും. ഇതുണ്ടോ ഭയങ്കരമായിട്ട് ഇതാണ്. കൊള്ളാം, നല്ല ടേസ്റ്റി ഐറ്റമാണ്, വെടുക്കിട്ട ഐറ്റം. പലയിടത്തും നൂഡിൽസ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ നൂഡിൽസ് ഒരു വെറൈറ്റി തന്നെ ആയിരുന്നു കേട്ടോ. കൊള്ളാം. സാധാ നൂഡിൽസ് അല്ല ഇത്. ഇതിനകത്ത് കുറേ ഐറ്റംസ് ഒക്കെ ചേർത്തിട്ടുണ്ട് പുള്ളിയുടേതായ എന്തോ ഒരു റെസിപ്പി ഇതിനകത്തുണ്ട് നമ്മളെ അഡിക്റ്റഡ് ആക്കാൻ വേണ്ടി. തെള്ളല്ല മുതലാളി ഒന്ന് കഴിച്ചു നോക്കി. മുതലാളി കഴിച്ചു നോക്കിയേ. കഴിച്ചു നോക്ക്. കണ്ടു പറ എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെള്ളുണ്ടോ? ഓംപ്ലേറ്റ് അല്ല, നൂഡിൽസ് കഴിച്ചു നോക്ക്. അതിനകത്താണ് അറിയേണ്ടത്. ഓംപ്ലേറ്റ് പിന്നെ എല്ലായിടത്തും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അത് പിന്നെ നമ്മൾ നോക്കണം. നമ്മൾ നൂഡിൽസ് നോക്കുന്നത്. റീൽസിലൊക്കെ നിങ്ങൾ അങ്ങേയറ്റം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വൈറലായ സ്റ്റെപ്പ് ഇതാണ്. ശരിക്കും ആ റീൽസിൽ കാണുന്നതിലുപരി നല്ലൊരു തണുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ട്രക്കിംഗ് എടുത്താലോ ഒന്ന്. മനോഹരമാവുമല്ലേ? ആക്ച്വലി ഇതിന്റെ മുകളിൽ 4 സ്പോട്ടിലേക്ക് ട്രക്കിംഗ് അവൈലബിൾ ആണ്. അതിന്റെ മച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. മുകളിലോട്ട് പോവാം. ഈ സ്റ്റെപ്സ് നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഇവിടം വരെ വന്നത്. അപ്പൊ പോയേക്കാം. നാണത്തോടെ വരട്ടേടാ. നാണം കുണുങ്ങി. എന്റെ പോക്കറ്റിൽ എന്താന്ന് അറിയാമോ? എന്താണ് നിങ്ങളുടെ പോക്കറ്റിലുള്ളത്? ഈ പറയുന്ന ഒരു കട്ടൻ കാപ്പി അല്ലേ? വൺസ് യു ഗോ ബ്ലാക്ക്. എന്നാണ്? കട്ടൻ ചായ അല്ല, കാപ്പിയ. കട്ടൻ കാപ്പി. വൺസ് യു ഗോ ബ്ലാക്ക് ദർ ഇസ് നോ ടേണിംഗ് ബാക്ക് എന്നാ. ഒരിക്കൽ ഇംഗ്ലീഷ് അല്ല, ഞാൻ പറഞ്ഞ പുട്ടാന്ന് ചെയ്യുന്നത് തള്ളി മറിക്കുകയാണ്. സായിപ്പിന്റെ കുഞ്ഞ ഇംഗ്ലീഷ് പറയൂ. നിനക്ക് ഏത് വേണം? കോർണറ്റോ വേണോ ഇത് വേണോ? എനിക്ക് ഏതായാലും തിന്നും പോലെയാണ്. ഞാനിത് തന്നെ, നീ പിന്നെ അത് തിന്നു. ഈ തണുപ്പുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴേ ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ്. എന്തായാലും ബട്ടർ സ്കോച്ച് തന്നെ കിട്ടി കേട്ടോ. നമ്മൾ പൊന്മുടിയുടെ ടോപ്പിലെത്തി. ശരിയാണ്, ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇനി ഞാനിവിടുന്ന് ഒരു ട്രക്കിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇത്രയും തവണ 50 തവണ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു ട്രക്കിംഗ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് സീതാതീർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് ഈ ട്രക്കിങ്. ശരിക്കും സീതാദേവി ഇവിടെ വനവാസ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും സീതാദേവിയുടെ കാൽപാദം അവിടെ ഉണ്ടോ എന്ന് പറയുന്നു. മേ ബി ഞാനൊരു വീഡിയോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, പക്ഷെ നോക്കാം. ഓ ആ, അപ്പോൾ അത് നല്ല ഹൈറ്റ്, നല്ല വ്യൂ അല്ലേ? ഒരെണ്ണം പിടിക്കാൻ വേണ്ടി മരത്തിൽ ചാടിയപ്പോൾ കറണ്ടടി കെട്ടി ഒന്ന് ചത്ത്. ഓ, പിന്നെ 4 ഉണ്ടായിരുന്നു. അതിൽ 1-2 കുത്തിയിട്ടിടാണ്. ഓ, അതിങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചു. എന്താണെന്നറിയത്തില്ല, ബാദുഷയായിട്ട് എവിടെ പോയാലും അവന് പണിയാണ്. അവിടെ എല്ലാം ഞാൻ ട്രക്കിങ് എടുക്കും. വാ, ഇനിയുണ്ട്. എന്തോ വീഡിയോ എടുത്തോണ്ട് നിന്നാ മതിയോ?
എന്തേട്ടാ? ആ ശുദ്ധവായു നമുക്ക് ഇവിടുന്ന് കിട്ടും അല്ലേ? ഏറ്റവും നല്ല പ്യൂറായിട്ടുള്ള വായുവാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? ചേട്ടൻ്റെ സ്ഥലം അവിടെ ഇപ്പോൾ ഈ കാട്ടുപോത്തിനെ കാണുന്ന ഏത് ഏരിയയിലാണ് നമ്മൾ? ശ്രീരാമനെയും സീതയെയും കുറിച്ചുള്ള കഥകൾ കുട്ടിക്കാലത്ത് ഒരുപാട് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം മേ ബി 90s കിഡ്സ് ആയാലും ആരായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും അവരുടെ വളർച്ച. ഇപ്പോൾ ജെൻസിയുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പം സീതാദേവിയുടെ വനവാസ കാലഘട്ടത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നതല്ല, അതൊരു വാസ്തവമായിട്ട് തന്നെ നമുക്ക് തോന്നും. കാര്യം സീതാദേവിയുടെ കാൽപാദങ്ങളാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത്. ഇതിൻ്റെ പുറകിലൊരു തോടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയെ സീതാർ തോട് എന്നും അറിയപ്പെടും, സീതാതീർത്ഥം ട്രക്കിംഗ് എന്നും അറിയപ്പെടും. എപ്പോഴും കാടുകളിൽ പോകുമ്പോഴേ ചാലുകൾ വരിക അങ്ങനെയുള്ളതൊക്കെ വരുമ്പം അതിലൊന്ന് തൊടുമ്പം തന്നെ ആ ഒരു തണുപ്പ്, ശരിക്കും ഈ AC കിടന്നുറങ്ങുന്നതിൻ്റെ തണുപ്പല്ല കേട്ടോ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ച ഒരു വെള്ളത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നാച്ചുറലായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അതൊരു ഫീലാണ് ശരിക്കും. എൻ്റെ ട്രക്കിങ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അതൊരു വികാരമാണെന്നേ. പുരാണങ്ങളെക്കുറിച്ച് പറയാനൊന്നും എനിക്ക് അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാം, ശ്രീരാമജയം. അങ്ങനെ വട്ടവടയിലെ പാലിക്കൽ എന്ന ട്രക്കിങ്ങിന് ശേഷം രണ്ടാമത്തെ ട്രക്കിംഗ് ഇൻ എ വീക്ക് സീതാതീർത്ഥം, സീതാർത്തോട് എന്നൊക്കെ പറയുന്ന പോലെ ഇനിയും ഇവിടെ 3 എണ്ണം കൂടി ബാക്കിയുണ്ട്. ഒന്ന് വരയാട് മുട്ട എന്ന് പറയും, ദേ ആ കാണുന്ന ഹില്ല് കണ്ടോ, അതാണ് ട്രക്കിംഗ്. ഐ തിങ്ക് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ബെസ്റ്റ് അല്ല എന്നല്ല, ഇത് ഭയങ്കര ഫീലാണ്, ലൈക്ക് അത്രയും അനുഭവമാണ്. ഈ സൈഡിലോട്ട് നോക്കിയേ, ഇവിടെ മരുത്വാമല, ഇവിടെ പറഞ്ഞാൽ ഞാൻ പറയാൻ മറന്നു കേട്ടോ, മണച്ചാൽ. അങ്ങനെ 3 എണ്ണം പെൻഡിങ് ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതും ഉണ്ടാവും. ശരിക്കും എല്ലാവരും വരുന്ന ആ പൊന്മുടിയിൽ നിങ്ങൾക്ക് കാണണോ? നമ്മൾ ഇവിടുന്ന് നേരെ കാട്ടിലെ കടയിലോട്ടാണ് പോകുന്നത്. അവിടെ ചോറോളം, അയ്യോ എന്തിനാ ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്? നിങ്ങൾ എൻ്റെ ചാനൽ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. കാട്ടിലെ കട March 1, 2023, അതായത് ഇനി ഒരു 2 മാസം കൂടെ, അതാകുമ്പോൾ 3 വർഷമാവും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. ഫസ്റ്റ് വീഡിയോ ഞാൻ ഈ ഓപ്ഷനിൽ കൊടുത്തേക്കാം, കാട്ടിലെ കട അതായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കാട്ടിലെ കടയുടെ മുമ്പാണ്. ശരിക്കും 3 വർഷം മുന്നേ എൻ്റെ യൂട്യൂബ് ജീവിതം തുടങ്ങിയത് ഇവിടെ നിന്നാണ്, കൂവയിലയിൽ. അപ്പം കൂവയിലയുടെ പ്രാധാന്യവും അതുകൊണ്ടുള്ള ഗുണങ്ങളും എല്ലാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞാൻ സ്വസ്ഥമായ ഒന്ന് ആഹാരം കഴിക്കട്ടെ അല്ലേ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അന്ന് ഞാനും ബാദുഷയും കൂടെ തന്നെയാണ് വന്നത്. ഈ ഫോണിൻ്റെ പുറകെ നിൽക്കുന്നത് അവൻ തന്നെയാണ്. അപ്പം അത്രയും അതൊരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്കറിയില്ല, എന്തോ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഇനി ആ കൂവേലയിൽ വിളമ്പുന്ന കപ്പയുടെയും ചിക്കൻ തോരൻ്റെയും എല്ലാം രുചികൾ നിങ്ങൾ കണ്ടാസ്വദിക്കൂ. ഇതാണ് ആ പറഞ്ഞ കൂവേല. ഒരു 3 വർഷത്തെ ജീൻസ് ബ്രേക്ക് ചെയ്യാന്നൊക്കെ പറയില്ലേ, ഐ സ്റ്റിൽ കാൺ ബിലീവ് ദാറ്റ്. എൻ്റെ ചാനൽ 3 വർഷമായി, പക്ഷെ എന്നിട്ടും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അത്രയൊന്നും ഇല്ല. ലൈക്ക് അന്ന് കഴിച്ച അതേ ചിക്കൻ സാമ്പാർ, നമ്മുടെ മൃണാള് മീൻ കഴിയുന്നത്. ബീച്ചി അവിയൽ
എല്ലാത്തിനും ആ ഒരു നാടൻ ടേസ്റ്റ്. അയ്യോ നമ്മുടെ കപ്പക്കുട്ടനെ ഇട്ടിരിക്കുക കേട്ടോ, ഇങ്ങനെ വെന്ത് കുഴ കുഴ കുഴ.